മുംബൈയിൽ നിന്നും എറണാകുളത്തേക്ക് പുറപ്പെട്ട ദുരന്തോ എക്സ്പ്രസിൽ പരിഭ്രാന്തി പടർത്തി ഫയർ അലാറം. ഇന്ന് പുലർച്ചെ 4 മണിക്ക് രത്നഗിരിക്കും ഗോവയ്ക്കുമിടയിലായിരുന്നു സംഭവം. ഇതോടെ പരിഭ്രാന്തിയിലായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാർ ലഗേജുകളുമായി പുറത്തിറങ്ങാൻ തിരക്ക് കൂട്ടിയത് വലിയ ആശങ്കയാണ് ഉയർത്തിയത്. മുംബൈയിൽ നിന്നും പുറപ്പെട്ട ദുരന്തോ എക്സ്പ്രസിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കായിരുന്നു സംഭവം. രത്നഗിരിക്കും ഗോവയ്ക്കുമിടയിലെത്തിയപ്പോൾ പെട്ടെന്ന് ഉയർന്നു കേട്ട ഫയർ അലാം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പോകുന്ന ദുരന്തോ എക്സ്പ്രസ്സിലാണ്. ഇത് ഇന്ന് പുലർച്ചെ ഗോവയ്ക്കും രത്നഗിരിക്കും ഇടയിൽ വെച്ചിട്ട് ഇതിൻ്റെ AC കോച്ചുകളിലേക്ക് ഫയർ അലാം ഓപ്പൺ ആവുകയും ഇവാക്യുവേഷനുള്ള മെസ്സേജൊക്കെ വന്നത് ആളുകളാകെ പാനിക്കായി ലഗേജ് എല്ലാം എടുത്ത് ഡോറിൻ്റെ അവിടേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായി. അപകട സാധ്യത ഓട്ടോമാറ്റിക്കായി കണ്ടെത്തി ട്രെയിനിലെ യാത്രക്കാർക്ക് നൽകുന്ന അപായ സൂചനയുടെ ഭാഗമായിട്ടായിരുന്നു അലാം മുഴങ്ങിയത്. പുലർച്ചെ സമയമായതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തരം പുകയും മറ്റുമൊക്കെ AC ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഉള്ളിലൂടെ സക്ക് ചെയ്ത് വന്നിട്ട് സ്മോക്ക് ഡിറ്റക്റ്റ് ആയപ്പോഴാണ് ഈ അലാം ഓണാവുകയും അതുപോലെ തന്നെ ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജാം ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത്. ഇതോടെ യാത്രക്കാർ ഭാരിച്ച ലഗേജുകളുമായി പുറത്തിറങ്ങാൻ തിരക്ക് കൂട്ടിയത് വലിയ ആശങ്കയാണ് ഉയർത്തിയതെന്ന് യാത്രക്കാരനായ പ്രസാദ് ഷുണൂർ പറയുന്നു. ഈ യാത്രക്കാർ പരിഭ്രാന്തരായിട്ട് ഈ ലഗേജൊക്കെ എടുത്തിട്ട് പോവുകയും പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കാരെ പരിഭ്രാന്തരാക്കാതെ അവസരോചിതമായ സന്ദേശങ്ങൾ കൈമാറാൻ റെയിൽവേ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് പ്രസാദ് നിർദ്ദേശിച്ചത്. സിഗ്നൽ ഇല്ലാത്തതുകൊണ്ടോ മറ്റോ ടണലിൽ അല്പനേരം നിർത്തിയിട്ടപ്പോൾ സ്വാഭാവികമായി രൂപപ്പെടുന്ന പുക AC മുഖേനയും വാതിലിന്റെ വിടവിലൂടെയും കമ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴായിരുന്നു ഓട്ടോമാറ്റിക് സിസ്റ്റം പ്രവർത്തനക്ഷമമായി വണ്ടി മുന്നോട്ട് നീങ്ങാത്ത അവസ്ഥയിൽ അലാം മുഴങ്ങിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് അലാം ഓഫാക്കി യാത്ര പുനഃസ്ഥാപിച്ചത്. അലാം കേട്ട പരിഭ്രാന്തിയിൽ വണ്ടിയിൽ നിന്നാരും ചാടിയിറങ്ങാൻ ശ്രമിക്കാതിരുന്നത് വലിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയെന്നും പ്രസാദ് പറഞ്ഞു. ഫയർ അലാം ഓണായപ്പോൾ തീപിടുത്തമായിരുന്നില്ലെന്ന ശബ്ദ സന്ദേശം കോച്ചുകളിൽ നൽകാൻ ഡ്രൈവർക്കോ ഗാർഡിനോ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ സാങ്കേതികവിദ്യ വളർന്നിട്ടില്ലേ എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. മുംബൈയിലെ AC ലോക്കലുകളിൽ നിലവിലുള്ള ഈ സംവിധാനം ദീർഘദൂര ട്രെയിനുകളിലും പ്രാവർത്തികമാക്കാൻ കഴിയണം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.